ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട വറവാണ്. ഈ ഒരു മുട്ട വറവ് ചോറിനൊപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഉച്ചയൂണിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ലാത്ത സമയത്ത് ഇതുപോലൊരു മുട്ട വറവുണ്ടെങ്കിൽ വയറ് നിറയെ തന്നെ ചോറുണ്ടാവുന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് തനി നാടൻ രീതിയിൽ നല്ലൊരു മുട്ട വറവ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. മുട്ട വറവ് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ കൂടി എടുത്ത് വയ്ക്കാം. മുട്ട വറവിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മസാലകളെ ചതച്ചെടുക്കാനും വേണ്ടിയിട്ട് 20 അല്ലി കൊച്ചുള്ളിയും 1 പിടി കറിവേപ്പിലയും 7 അല്ലി വെളുത്തുള്ളിയെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും 2 പച്ചമുളകും 2 വറ്റൽമുളകും 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ചതച്ചുകൂടി എടുക്കാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു 5 മുട്ട വെച്ചിട്ട് 5 പേർക്ക് വിളമ്പാനുള്ള അളവ് തന്നെ ഉണ്ടാകും. വളരെ എളുപ്പത്തിൽ തന്നെ ഉള്ളിയും മറ്റുള്ള ചേരുവകളും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള കോഴിമുട്ട കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. കോഴിമുട്ടയെ അധികം ഒന്നും പൊടിച്ചെടുക്കാതെ വേണം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ടും. അതിനുശേഷം വലിയ പീസുകളായിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തുകൂടെ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. മുട്ടയെ നമുക്ക് അധികം ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വെള്ളമയം ഒന്ന് വറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഉരുളിയിൽ നിന്നും മുട്ടയെ കോരി മാറ്റാം. മുട്ടയെ ഇതേ ഒരു പാകത്തിനാണ് ഞാൻ കോരി മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം അതേ ഉരുളിയിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കണം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 2-3 വറ്റൽ മുളക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചേരുവകളും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിമിങ് സിമ്മിലാക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയുടെയും ഉള്ളിയുടെയൊക്കെ പച്ച ചുവയൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം നല്ലതുപോലെ വറ്റിയൊന്ന് പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള മുട്ടയെയാണ് ചേർക്കേണ്ടത്. ഇനി മുട്ടയും മസാലയും കൂടി കൂട്ടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. മസാല എല്ലാം മുട്ടയിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞുകൂടെ കിട്ടണം. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു മുട്ട വറവിനെ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു മുട്ട വറവിനെ ചോറിനൊപ്പം വിളമ്പിയാൽ വയർ നിറയെ തന്നെ ചോറുണ്ടാവുന്നതുമാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുള്ള മുട്ടയെ ഞാനൊന്ന് മൂടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. ഇനി നമ്മുടെ ഈ മുട്ട വറവിലേക്ക് 1 നുള്ള് ഗരം മസാലപ്പൊടിയും 1 നുള്ള് തന്നെ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല ജീരകം പൊടിച്ചതാണ്. അതിനുശേഷം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറവ് ഇവിടെ റെഡിയാണ്. ഇതുപോലൊരു മുട്ട വറവ് ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ടാവുന്നതുമാണ്. നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്തപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പിയെ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.